Okay, so good evening all. Welcome to your first session of orientation session, that is say hello to. അപ്പോൾ ഇന്ന് ബേസിക്കലി നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനും നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ ഒന്ന് അറിയാനും അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, സോ ഇന്ന് ഞാനും എൻ്റെ കൂടെ മിഷേൽ മാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും സെഷൻ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. അതേപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ക്ലാസ്സസിലൊക്കെ കാണാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരെയും. അതുപോലെ തന്നെ നമ്മളെ കൂടെ ആതിര മിസ് ഉണ്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ആൻഡ് ദുർഗ മിസ് ഉണ്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മിഷേൽ മാം? ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് മിഷാൽ നസ്രീൻ. വളരെ കുറച്ച് പേർക്ക് എന്നെ അറിയുന്നുണ്ടാവും. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാവരെയും ഓൺബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാവ്യ മാം തന്നെയാണ്. എനിക്ക് ഐ തിങ്ക് ഒരു 6 to 7 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്നെ അറിയുന്നത്. സോ ഇനി അങ്ങോട്ട് നമുക്ക് എന്തായാലും കൂടുതൽ പരിചയപ്പെടാം. ലൈവ് സെഷൻസിലൊക്കെ നമ്മൾ രണ്ടുപേരും ഉണ്ടാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും വെൽക്കം ചെയ്യാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോമിലേക്ക്. ഈ ഒരു 1 year ജേർണി നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് ഒരു 8 സെഷൻസിലൂടെ നമ്മൾ നിങ്ങളുടെ കോഴ്സിലേക്കും അതേപോലെ തന്നെ ഒരു 3 year ഡിഗ്രി ജേർണിയിലേക്കും ഒക്കെ എൻറ്റർ ചെയ്യുന്ന ഒരു സെഷനാണ്. സോ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് കാവ്യ. ഓക്കെ, സോ നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സും അതേപോലെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അതേപോലെ ലേൺ വൈസിനെ കുറിച്ചും ഒക്കെ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടാനുള്ള, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൊല്ലം പഠിക്കാൻ പോകുന്നത്, എപ്പോഴാണ് നിങ്ങളെ എക്സാംസ്, സിലബസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു സെഷനാണ് ഓറിയന്റേഷൻ സെഷൻ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൾമോസ്റ്റ് 8 സെഷൻസ് ആയിട്ട് വരുന്നുണ്ട് ഓറിയന്റേഷൻ. സോ അതിന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്ന് സേ ഹലോ ടു. ഇതൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങളുടെ ബാച്ച്മേറ്റ്സും പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സും മാത്രമേ ഈ ഒരു മീറ്റിംഗിലുള്ളൂ. സോ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം അല്ലെ? സോ എല്ലാവരും വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗെയിം ഒക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കാണണ്ടേ? അതെ, ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്യാൻ മടിച്ചിട്ടുള്ളവർ ഈ 1-2 ഗെയിംസ് കഴിയുമ്പോഴത്തേക്കും റെഡി ആവും തോന്നുന്നു അല്ലേ? ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കുറച്ച് പേരെ അങ്ങോട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യിപ്പിക്കാം അല്ലേ? ആരൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ? നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തൂ. എല്ലാവരും പരിചയപ്പെടുത്തണം കേട്ടോ, എന്നെങ്കിലും നമ്മൾ ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ സക്സസ്ഫുൾ ആവുള്ളൂ അല്ലെ? സോ ഫസ്റ്റ് ആരാണ് വരുന്നത്? നമ്മൾ പേര് വിളിക്കണോ അതോ നിങ്ങൾ തന്നെ വോളണ്ടിയേഴ്സ് ഉണ്ടാവായിരിക്കും. എനിക്ക് തോന്നിയിടത്തോളം ആക്റ്റീവ് ആയിട്ടാണ് ആൾക്കാര്. ഓക്കെ, ഫങ്ഷനിൽ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവരും വോളണ്ടറിലി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സോ അതെ അതെ, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കേണ്ടി വരും ഇൻട്രൊഡക്ഷനിൽ. വേണോ? ട്വിസ്റ്റിന് മുന്നേ ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ മൈക്ക് ആൻഡ് സേ എന്താണ് നമ്മുടെ പേര്, കാര്യങ്ങളൊക്കെ പറയൂ. ഹായ്, മലയാളം മതി, ഇംഗ്ലീഷ് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. യു കെൻ സേ ഇറ്റ് ഇൻ മലയാളം. ഇത് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ടീച്ചേഴ്സിനെ പരിചയപ്പെടാനും ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടാനും ഒക്കെ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. അപ്പൊ ഇംഗ്ലീഷ്, ഹിന്ദി, ഏത് ഭാഷയാണെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാവുന്ന ഭാഷയായാൽ അത്ര എന്നാലും ഓക്കെ. Grishma. Hello, I'm Grishma. So I'm 24 years old and I did my schooling in Kuwait. Now ഇപ്പം എന്തുവാ BA എടുത്തു. കേൾക്കാവോ? BA എടുത്തു ആൻഡ് ഞാൻ പത്തനംതിട്ടക്കാരിയാ. And that's it. Okay, BA എടുത്തതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഗ്രീഷ്മയ്ക്ക് ഷെയർ ചെയ്യാവോ? I love literature. Okay, fine. And what is your aim?
Maybe to be a teacher. Okay, that's great. Fine. ഇനി നെക്സ്റ്റ് ആരാണ് വരുന്നേ? കുറെ പേര് ഇരിക്കുന്നുണ്ട്, എന്താണ് ആരും ഒന്നും മുന്നോട്ട് വരാത്തത്? ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ലേ? Hi ma'am, good evening. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഷഹന. I'm Chena. എനിക്ക് കാവ്യ മാമിനെ അറിയാം, മാമിനെ Okay. അറിയില്ല. ഇറ്റ്സ് ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഞാനിവിടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കറന്റ് വർക്കിംഗ് ആണ് ഒരു ഫിനാൻസ് സ്ഥാപനത്തില്. അപ്പോൾ ഞാൻ ഫസ്റ്റ് BSc ഫിസിക്സ് ആയിരുന്നു, അത് ഡ്രോപ്പ് ഔട്ട് ആയി. വീണ്ടും പഠിക്കാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. നടക്കുമെന്നൊക്കെ നടത്തിക്കണം നമുക്ക്, അതിനല്ല നമ്മൾ മെന്റേഴ്സ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അതെ, ആ ഒരു കോൺഫിഡൻസ് വേണം. അതെ, കോൺഫിഡൻസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. ആൻഡ് വിൽ ബി there to help you along this journey. So don't worry about that. Yes. ഇനി വേറെ ആരാ വരുന്നേ? നെക്സ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ? ഹലോ. ഹലോ മാം. ഹായ്, ഞാനിപ്പോ പുറത്താണ്, അതുകൊണ്ടാണ് മൈക്ക് ഓൺ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്തത്. എന്റെ പേര് ഹിബ, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. കാവ്യ മിസ്സിനെ അറിയാം, നമ്മള് പരിചയപ്പെട്ടിരുന്നു അങ്ങനെ. എന്താണ്, ഞാൻ ഇപ്പൊ TTC കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി ചേർന്ന് ഫസ്റ്റ് ടൈം. ഓക്കെ, ഫൈൻ. അപ്പോ സ്കൂളിംഗിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ലൈക്ക് എന്തെങ്കിലും ഒരു ഗോൾഡൻ മെമ്മറി ഒക്കെ ഉണ്ടാവില്ലേ നമുക്ക് സ്കൂളിംഗ് ടൈമിലൊക്കെ? നമ്മൾ TTC ആണല്ലോ, അതുകൊണ്ട് ചെറിയ മക്കളാണല്ലോ, നമുക്ക് എപ്പോഴും ആ ഒരു മക്കളായിട്ടുള്ളൊരു രസമാണ്, നല്ലൊരു കമ്പനി ആയിട്ട്, ഭയങ്കര ഇന്നസെന്റ് ആണ്. അപ്പൊ കുട്ടികളായിട്ട് ഇങ്ങനെ, അപ്പൊ ഇനി അതാണ്, ടീച്ചിങ് ആണ് ഇഷ്ടം. യു ലവ് ടീച്ചിങ് ആണ് പാഷൻ അല്ലേ? യാ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഹിബ എവിടുന്നായിരുന്നു? നമ്മൾ മലപ്പുറം. മലപ്പുറം. ഓക്കെ. താങ്ക് യു. ഓക്കെ, ഓൾ റൈറ്റ് ഹിബ. യെസ്, ഇനി അടുത്ത ആള്. ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷം എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. യെസ്, ഞാൻ പറയാൻ വരികയായിരുന്നു. അഭിഷ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷെ ആൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പ്രോബ്ലം വന്നത് കൊണ്ട് കഴിഞ്ഞ ബാച്ചിൽ ചെയ്യാൻ പറ്റിയില്ല. സോ ഷീ ഷിഫ്റ്റഡ് ഹർ ബാച്ച്. Jan 24 ജോയിൻ ചെയ്തു, റീജോയിൻ ചെയ്തു. ഐ എം വെരി ഹാപ്പി ടു സീ യു ഹിയർ. ഓക്കെ മീ ടു. ഞാനും ഒരുപാട് സന്തോഷം മാമിനെ കാണാൻ പറ്റിയതില്. മാമിനെ മെന്ററായിട്ട് കിട്ടണം എന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, കാവ്യമാമിനെ പരിചയപ്പെട്ടു. ഇങ്ങനെ എന്റെ പേര് അബീഷ, ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ഞാൻ +2 ഇപ്പൊ കഴിഞ്ഞുണ്ടായിരുന്നുള്ളൂ. അത് കാരണം എനിക്ക് ഗവൺമെന്റിന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ ബാച്ച് എനിക്ക് കയറാൻ പറ്റാതെ വന്നേ. അപ്പൊ ഞാനിപ്പോ PA ഇംഗ്ലീഷ് എടുത്തു. എന്തായാലും ഇപ്പൊ ഞാൻ കഴിഞ്ഞ സെക്ഷൻ ഓറിയന്റേഷൻ 8 സെക്ഷൻസും അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പൊ അന്നേരം ഇതിനകത്ത് കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഒരു ജോബിലേക്ക് കയറാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ കറന്റ്ലി എനിക്കൊരു വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത് കാരണം ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നല്ല ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ് കേട്ടോ കാവ്യ. ഐ നോ, സംസാരിച്ചപ്പോഴേ മനസ്സിലായി ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. എപ്പോഴും വീക്ക്ലി കോൾ ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ആളാണ്. വീക്ക്ലി കോൾസും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യും. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് വിളിക്കുന്ന ആളാണ്. അങ്ങനത്തെ സ്റ്റുഡൻസിനെയാണ് നമുക്ക് വേണ്ടത്. അതെ. സോ നെക്സ്റ്റ് ഇനി ആരാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. എന്റെ പേര് നിരുപമ. നിരുപമ, ദിസ് ഈസ് മൈ സ്റ്റുഡന്റ്. നിരുപമയ്ക്ക് എന്നെ അറിയായിരിക്കും അല്ലേ? മാമാണ് എന്റെ മെന്റർ ആയിട്ടുള്ളത്. ഞാൻ TTC കംപ്ലീറ്റ് ചെയ്ത ആളാണ്. TTC കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതാണ്. ഓക്കെ, ഗ്രേറ്റ്. നിരുപമ എവിടുന്നാണ്? ഞാൻ ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം അല്ലേ? ഓക്കെ. നിരുപമ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ എയിം ആൻഡ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഇഷ്ടപ്പെട്ടെന്ന് വന്ന ആളല്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഒരു ഫീൽഡിലുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇതിന് വന്നതാണ്, ഒരു നിർബന്ധത്തിന് പോയി ചേർന്നതാണ്. പക്ഷെ പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ കുറെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ കുറെ ചലഞ്ചിങ് മൊമെന്റ്സ് ഉണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന ടൈമിലായിരുന്നു, ഞാൻ ആദ്യത്തെ LP സെക്ഷൻ പോയ സമയത്തായിരുന്നു 1ാം ക്ലാസ്സിലൊരു കുട്ടി തമ്മിൽ അവർ അടി വെച്ചിട്ട് ഒരാൾ വന്ന് തറയിൽ വീഴുകയും പിന്നെ തല പൊട്ടുകയൊക്കെ ചെയ്തു. അന്ന് ഭയങ്കര നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതൊരു പ്രശ്നമായി മാറി. പാരന്റ്സ് വന്നു,
അപ്പോഴാണ് ഇതിന്റെ ടെൻഷനും ഈ ഫീൽഡിലെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. അന്ന് ഞാൻ ഒരുപാട് ടെൻഷനായ സമയമായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്നത്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കുറെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ കുറെ ഡൗട്ട്സ് ഉണ്ട്. രസമാണ് കൊച്ചു കുട്ടികളായിട്ടുള്ള. പിന്നെ ഹയർ ക്ലാസ്സസ് ആവുന്നതനുസരിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇംഗ്ലീഷ് എടുക്കാൻ കാരണം എനിക്ക് മലയാളമാണ് താല്പര്യമായിട്ടുള്ള ആള്. കാരണം മലയാളം എനിക്ക് ഒരുവിധം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ഇംഗ്ലീഷ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് ജോയിൻ ചെയ്തതാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ഇഷ്ടമാണോ എന്നിട്ട് പഠിച്ചു തുടങ്ങിയപ്പോ? കുഴപ്പമില്ല, അങ്ങനെ ഡീറ്റെയിൽ ഇല്ല. ശരിയാവുന്നൊരു പ്രതീക്ഷ ഉണ്ട് ഈ ക്ലാസ്സിൽ കയറിയപ്പോ. ശരിയാക്കണം. അതെ, ശരിയാക്കണം. അതെ. ഓക്കെ, താങ്ക് യു നിരുപമ. ഇനി നെക്സ്റ്റ് ആരാണ് വരുന്നേ? ഹായ് മാം, എന്റെ പേര് മുഹ്സിന. മുഹസിന വരൂ. ഇത്രയും നാള് ഞാനൊരു അറബിക് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് അതിയായി പഠിക്കണം എന്ന് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. എയിം എന്തായിരുന്നു? ഞാനിപ്പോ മോണ്ടിസോറി ടീച്ചർ TTCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു ഡിഗ്രിയും കൂടെ വേണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷ് നല്ലതുപോലെ ഒരു വശമാവണം. അതുകൊണ്ടാണ് കൂടുതലും ഡിഗ്രിക്ക് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്തത്. Okay. And being a teacher, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. ഞാൻ 2 വർഷം കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അറബിക് ടീച്ചറായിട്ട്. അപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. ആ ടീച്ചറെ വിളിക്കുന്നത് തന്നെ നല്ലൊരു ഇതല്ലേ. അത് ശരിയാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 വർഷത്തോളമായി. അപ്പം വീണ്ടും അതിലോട്ട് തന്നെ പോണം എന്ന് വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്തത് ഞാൻ. താങ്ക് യു. ആൻഡ് ഇനി നമുക്ക് ഗെയിമിലോട്ട് പോവാം അല്ലേ കാവ്യ? അതെ, ഗെയിമിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ, വീണ്ടും വീണ്ടും പറയുന്നില്ല, ഓൺ ചെയ്ത് വെക്കാം. ത്രൂ ഔട്ട് ദ സെഷൻ ഓൺ ആയിട്ട് നിന്നോട്ടെ. എല്ലാവരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലേ? എല്ലാവരും പരിചയപ്പെടുത്തണം. നമുക്ക് ഒരു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് പോവില്ലേ? സോ ഒരു ഗെയിം കളിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. ഓക്കെ, ഇസ് ദാറ്റ് ഓക്കെ? ഓൾ റൈറ്റ്. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ആ ഒരു ഷൈനെസ് ഒക്കെ അങ്ങൊന്ന് മാറി കിട്ടും അല്ലെ മിഷൽ മാം? ഓക്കെ, ഭയങ്കര ഫോർമൽ ആയിട്ടാണ് എല്ലാരും ഇരിക്കുന്നത്. ആ ഒരു ഫോർമൽ മാറ്റിയിട്ട് നമുക്കൊരു ഇൻഫോർമാലിറ്റി കൊണ്ടുവരണം. അതെ. എല്ലാവർക്കും സിനിമ കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണോ? ആണോ? ആരും ഒന്നും കിട്ടുന്നില്ലല്ലോ. ആൻസർ ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യൂ. ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. ഓക്കെ? യെസ് മാം, സിനിമ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാ. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് എത്രമാത്രം സിനിമ ഫീൽഡിലെ നോളജ് ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യാം അല്ലെ? ഇത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാല്, ഐ മീൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഹിന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. സോ യു ഹാവ് ടു ഗസ് ദ മൂവി നെയിം. ഓക്കെ, അതാണ് ഗെയിം. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഏതാണ് മൂവി? അതാരാ പറഞ്ഞ ആളാരാണ്? മുത്തശ്ശിക്കഥ. ഫസ്റ്റ് പറഞ്ഞ ആളാരാ? ആരാണോ? എല്ലാവരും മുന്നോട്ട് വരും കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയണേ. അതെ, ഇത് കറക്റ്റ് ആണോ ആൻസർ? എല്ലാവർക്കും ഇതേ ഒരു ആൻസറിൽ ഓർപ്പിക്കാവോ? ഒരു മുത്തശ്ശിക്കഥ ആണോ? ഇത് തന്നെയാണോ? അൺമ്യൂട്ട് ചെയ്തിട്ട് ചാടി കയറി ഉത്തരം പറയണം. അതൊക്കെ എല്ലാരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ, എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ലേ?
ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആണോ ആൻസർ. ഓക്കെ, റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം അല്ലെ. ഇരുവട്ടം മണം. വട്ടം മണവാട്ടി. അഭിഷ ഫസ്റ്റ് അടിച്ചു. ആൻസർ എന്താണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ്. പൂമരം. പൂമരം. യെസ്, പൂമരം. പൂമരം. സിമ്പിൾ ആണ്. എന്താ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് എല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞോളൂ കേട്ടോ. ആരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണ്ട, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വെക്കൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം അല്ലെ. ഈസി ആണോ ടഫ് ആണോ എന്നുള്ളത് നോക്കാം. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. ആ, ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. എല്ലാരും ഓൾമോസ്റ്റ് സിനിമകളൊക്കെ നല്ലോണം കാണുന്നുണ്ട്. ഹണീബി. ഹണീബി, ഹണീബി റൈറ്റ്. സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലേ. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ എനർജിയോടെ കിട്ടിക്കഴിഞ്ഞാൽ റെഡിയാണ്. Yes. ഓക്കെ, And next, ഷീ ടാക്സി. എല്ലാവരും സിനിമയൊക്കെ കണ്ടിരിക്കുന്ന ഇവിടെ ആൾക്കാരാണ്. ഒരു അനൂപ് നായർ, ശ്രീകുമാർ ഒക്കെ ഉണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ലേ. നെക്സ്റ്റ് മൂവി അവര് പറയണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ. Philips and the Monkey Pen. ഫിലിപ്സ് Philips and the Monkey Pen. Okay, that's the right answer. And ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഗദ്ദാമ. Rama. ഗദ്ദാമ. ഓ, അപ്പൊ എല്ലാരും സിനിമ കാണാറുണ്ട് അല്ലേ. കോഴ്സ് എല്ലാരും സിനിമയൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാനായി ഈ ഒരു ഗെയിമിലൂടെ അല്ലെ. അതെ അതെ. ഓക്കെ, എല്ലാവരുടെ ഐക്കോണിക് ഫിലിം. മണിച്ചിത്രത്താഴ്. അതെ, ഇതിപ്പം കാണാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. പക്ഷെ ഹിന്ദി കാണുമ്പോ എല്ലാവർക്കും പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂവിയുടെ പേരെന്താന്നുള്ളത്. അതിങ്ങനെ ആലോചിക്കാനുള്ള സമയമൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ടഫ് ആയിട്ട് ഉണ്ടാക്കായിരുന്നു, എന്നാല് എക്സാം എടുക്കുന്ന പോലെ നടക്കായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. രണ്ട് ഇരട്ട കുട്ടികളുടെ അച്ഛൻ. അഭിഷ ഫുള്ള് അഭിഷ എല്ലാ സിനിമകളും കണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, എല്ലാവർക്കും പറയാട്ടോ. എല്ലാവർക്കും അൺമ്യൂട്ട് ആക്കി പറയാം. ഓക്കെ, കിളിച്ചുണ്ടൻ മാമ്പഴം. ആരാ? ഷെഹനയാണോ ഫസ്റ്റ് പറഞ്ഞേ? ഷേന പറഞ്ഞു. ഓക്കെ, കറക്റ്റ്. പുലിവാൽ കല്യാണം. ആ, കറക്റ്റ് കറക്റ്റ്. ആ, അടിപൊളി സിനിമ അല്ലേ. ഓക്കെ, കൊമ്പത്ത്. എല്ലാവരും പറയുന്നുണ്ട്. സിമി അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് ആൻസർ പറയും. ആൻസർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ കാണുന്നു. പക്ഷെ അൺമ്യൂട്ട് ചെയ്യൂ, എന്നെങ്കിലേ കേക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ റെഡി ആയിരുന്നോളൂ കേട്ടോ. ഇപ്പോഴാണ് ആ എനർജി ഒന്ന് വരുന്നേ ശരിക്കും. അതെ അതെ. എല്ലാരും ആൻസർ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, ചാടിക്കേറി പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാണ്ടിരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ എല്ലാരും. എല്ലാവർക്കും അറിയുന്ന ആൻസേഴ്സ് ആണ്. ഇനിയിപ്പൊ അടുത്ത ഗെയിം ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു ഷൈനസ് ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമായിരിക്കും. പഞ്ചാബി ആരാ എന്റെ ഇടയിൽ പറഞ്ഞേ? ആരോ ഒരാൾ വന്നല്ലോ. സന്തോഷാണോ? ആ യെസ്. എവിടെയായിരുന്നു അപ്പൊ ഇത്ര നേരം? ഇവിടെ ലേഡീസ് കിടന്ന് സ്കോർ ചെയ്തോണ്ടേ ഇരിക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാട്ടോ. സന്ദേശം ശരിയാണോ? ഉറപ്പാണോ? നോക്കാം നമുക്ക് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ. ഇത് കണ്ട് പേടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലേ? സിനിമ കണ്ടിട്ടില്ലേ? എന്നാ കാണാത്തവർക്ക് മാത്രമേ അറിയുള്ളൂ. സജഷൻസ് ആയി അല്ലേ.
ഓക്കെ, നെക്സ്റ്റ്. വലത്തോട്ട് തിരിഞ്ഞ് നാലാമത്തെ. നാലാമത്തെ വീട്. ആ, ഓക്കെ, കറക്റ്റ്. അറിയാവുന്നവരെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പൂമുഖവാതിൽക്കൽ നിന്നെയും കാത്ത്. ഓഹോ, സിമ്മി സ്കോർ അടിച്ചല്ലോ. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ കുറെ സിനിമ ലവേഴ്സ് ഉണ്ട് അല്ലേ ഇവിടെ? യെസ്. സിനിമ എൻജോയ് ചെയ്യുന്നവരാണ് എല്ലാരും. അപ്പൊ എല്ലാരും ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലിറ്റററി വർക്ക്സും ഇതേപോലെ എൻജോയ് ചെയ്യണം സിലബസിലുള്ള. ഓക്കെ ഓക്കെ, ഓക്കെ, സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇനി ബാക്കി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളവര് മുന്നോട്ട് വരും. വോളണ്ടറിലി വരും എല്ലാവരും. നമ്മൾ വിളിക്കണോ? ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സുജാതയ്ക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ ജസ്റ്റ് ചോദിക്കുകയായിരുന്നു എല്ലാവരെയും ഉൾപ്പെടുത്തുന്നില്ലേ എന്ന്. അതെ, എല്ലാരും ഉൾപ്പെടുത്തും കേട്ടോ. യെസ്, പറഞ്ഞോളൂ. ഞാന് ഐ എം സുജാത ഫ്രം വയനാട്. ഇപ്പോഴേ ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ലിറ്ററേച്ചർ BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു റിട്ടയർഡ് പ്രൈമറി അധ്യാപികയാണ്. അപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 2 വർഷം ആകാറായിട്ടുണ്ട്. അപ്പം ചെറിയ എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ കൂടെ ഒരു കോഴ്സ് ചെയ്യുന്നു. സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ? സോ ദാറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? നിങ്ങളിപ്പോ ഇവിടെ TTCക്ക് പഠിക്കുന്ന പിള്ളേര് പറയുകയുണ്ടായി അവരുടെ അനുഭവങ്ങള്. ഞാൻ 36 വർഷം അധ്യാപികയായിട്ട് വർക്ക് ചെയ്ത ആളാണ്. 86 മുതൽ സർവീസിൽ ഉണ്ടായിരുന്നു. 2022 ഇറങ്ങുന്നത്. അപ്പോ പ്രൈമറി വിഭാഗത്തിലെ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് പരിചയം നന്നായിട്ടുണ്ട്. അപ്പോ എൻ്റെ സ്റ്റുഡൻസ് ഇന്ന് വിവിധ മേഖലകളിലുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്. ഇന്നിപ്പോ മെഡിസിൻ പഠിക്കുന്ന കുട്ടിയുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇപ്പം എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് LSS ഒക്കെ മേടിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. BDS കാരുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് വിങ്ങിലുണ്ട്. വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് സർവീസിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ഹൈസ്കൂൾ ടീച്ചേഴ്സ്, +2 ടീച്ചേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ ഇതില് ഇന്റലിജൻസ് ഒരുപാട് മേഖലകളിലെ സർവീസ് മെന്നിനെ ഉണ്ടാക്കിയിട്ടുള്ള ടീച്ചറാണല്ലേ? നമുക്ക് എന്താണ് അതില് വളരെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. കാരണം നമ്മളെ പിള്ളേരെ ഓർക്കുന്നു എന്നും അവര് നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത്രയും കാലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ആരോഗ്യം വളരെ പൂർ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഹെൽത്ത് ഒക്കെ കുറച്ച് വീക്കാണ്. പക്ഷെ ഞാനൊരു കോൺഫിഡൻസോടെ ഇതിലേക്ക് ജോയിൻ ചെയ്യാണ് ഉണ്ടായത്. അപ്പോ എന്താണെങ്കിലും സന്തോഷം. അപ്പോ എൻ്റെ മക്കളെ പോലെയുള്ള 2 ടീച്ചേഴ്സിനെയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പൊ ഞാൻ അവരെ എൻ്റെ പിള്ളേര് പോലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ മറ്റുള്ളവരെ എല്ലാവരും എൻ്റെ മക്കളെ പോലെയാണ് കാണുന്നത്. അപ്പൊ അത് എല്ലാവരും അംഗീകരിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പിള്ളേരൊക്കെ വലിയ നിലയിലായി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതില് 2 പിള്ളേര് കള്ളന്മാരുമായിട്ടുണ്ട്. ഒരാൾ ജയിലിലെത്തി. അത് പക്ഷെ ആ കുട്ടിക്ക് ആദ്യമേ ഒരു ക്രിമിനൽ സ്വഭാവം അന്ന് മുതലേ ഉണ്ട്. പക്ഷെ ജയിലിലൊന്നും എത്തുന്ന കണക്കാക്കിയില്ല. പക്ഷെ ആ കുട്ടി ജയിലിൽ എത്തപ്പെട്ടു. അതൊരു സങ്കടമാണ് സത്യത്തില്. അത് നമ്മളെ മനസ്സിന് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിള്ളേരൊന്നും നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികൾ ആരും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകാൻ പാടില്ല. സത്യത്തില് അത് എന്തോ അങ്ങനെ ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു കൈയായിരിക്കാം.
മറ്റൊരു കുട്ടി ഇതുപോലെ കുറച്ച് കളവൊക്കെ ചെയ്തെങ്കിലും അവൻ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കുട്ടി ജയിലിലും എത്തിയിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം കുട്ടികളെയും വളരെ നല്ല രീതിയിൽ നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നേ? ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഷംല. അതെ ഷംല, പറഞ്ഞോളൂ. കാവ്യ മിസ്സിനെ എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു 10 വർഷം മുമ്പ് ഞാൻ BA ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്ത ആളാണ്. അപ്പൊ കൂടുതലായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. 1 വർഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ചെയ്യാലോ അല്ലേ? ആ, ചെയ്യാം. ഇപ്പൊ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, ഇനി എന്താണ് ഷംലന്റെ ഗോൾ, ഫ്യൂച്ചർ ഗോൾസ് ഒക്കെ? ഫ്യൂച്ചർ ഗോൾസ് പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ ജോബ് വാങ്ങണം എന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോ ചില ഇന്റർവ്യൂല് പോകുമ്പോഴൊക്കെ ഇംഗ്ലീഷ് അറിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് BA ഇംഗ്ലീഷിന് ചേർന്നത്. ഓഫ് കോഴ്സ്, അതിന് കമ്മ്യൂണിക്കേഷൻ ബിൽഡപ്പ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ ഒരു ആഡ് ഓൺ കോഴ്സും കൂടി ലേൺ വൈസ് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അല്ലെ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കാവ്യ മാം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ റിസോഴ്സസും ലൈവ് സെഷൻസ് ആവട്ടെ, ഡെയിലി ടാസ്കുകളാവട്ടെ, എല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് അലോങ് വിത്ത് മെന്ററിനെയും നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ ഡൗട്ടുകളും ചോദിച്ച് ക്ലിയർ ചെയ്യുക എപ്പോഴും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഹൂസ് നെക്സ്റ്റ്? ആരാണ് സെൽഫ് ഇൻട്രോ ചെയ്യാൻ വരുന്നേ? താങ്ക് യു. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് ഇപ്പൊ നമുക്ക് എല്ലാ ഫീൽഡിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് പഠിച്ചാൽ ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ ഇപ്പോഴേ തീരുമാനിച്ച ആൾക്കാരോട് ഞാൻ പറയാണ്, ലാസ്റ്റ് വരെ ഈ ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ ഗിവ് അപ്പ് ചെയ്യാണ്ട് ഇനി മുന്നോട്ട് 3 years പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി പോവാ. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഗൈഡൻസും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. സോ ഹു ഇസ് നെക്സ്റ്റ്? ഇനിയും ഉണ്ടല്ലോ സെൽഫ് ഇൻട്രോ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇനിയും ഉണ്ടല്ലോ. സിമി പറഞ്ഞില്ലല്ലോ. സിമി? ഓക്കെ, ഞാൻ പറയാം. എന്റെ പേര് സിമി. എറണാകുളത്താണ് വീട്. വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പൊ ഞാനൊരു 20 വർഷങ്ങൾക്ക് മുമ്പാണ് പഠനമൊക്കെ നിർത്തിയതാണ്. വീണ്ടും ആരംഭിക്കാന്ന് വിചാരിച്ചാണ് ജോയിൻ ചെയ്തത്. ഡിഗ്രി ഉണ്ടായിരുന്നില്ല, പോളിടെക്നിക്കാണ് പഠിച്ചത്. ഇപ്പൊ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഇംഗ്ലീഷിനോടൊരു താല്പര്യം ഉണ്ട്, കുറെ വർഷങ്ങളായിട്ട് അതിങ്ങനെ ഉണ്ട്. സമയം കിട്ടിയപ്പോ ജോയിൻ ചെയ്ത്. നമുക്കിവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി. അതെ, ഒരുപാട് ടീച്ചേഴ്സ്. അതെ. സോ സിമിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ലൈക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ത്രൂ ലേണിംഗ് പീരിയഡിലോ അങ്ങനെ എന്തെങ്കിലും വർക്കിംഗ് പീരിയഡിലോ അങ്ങനെ? വേറൊന്നുമില്ല. ഇപ്പൊ കൂടെ ജോലി ചെയ്യണവരൊക്കെ എല്ലാവരും ഡിഗ്രി അങ്ങനെയൊക്കെയാണല്ലോ. എല്ലാ കുട്ടികളും ഡിഗ്രിയാണ്. പിന്നെ ഒരു ഡിഗ്രി എടുക്കണമെന്നുള്ള ഒരു ഇതും പിന്നെ ഇംഗ്ലീഷിന്റെ ഒക്കെ ഒരു പ്രാധാന്യം ഇപ്പോഴത്തെ ഇതിലെന്ന് പറയുമ്പോൾ എന്റെ മോളാണെങ്കിലും അവളെ CBSE-ലൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ വലിയ കുട്ടിയായി, അപ്പൊ അവൾക്കും ഒരു ഇതാവൂലെന്ന് ഓർത്താണ്. ഹായ് മാം, എന്റെ പേര് റുക്സാന. ഞാന് ഹൗസ് വൈഫാണ്. പിന്നെ ഒരു 10 വർഷം മുമ്പ് ഞാൻ +2 ചെയ്തതാണ്. എല്ലാരും നല്ല എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആൾക്കാരായോണ്ട് പറയാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല.
2012 ഞാൻ +2 കഴിഞ്ഞത്. ഇപ്പൊ ഡിഗ്രി ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം, അപ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെല്ലാം 3 കുട്ടികളുണ്ട്. പിന്നെ അപ്പോ TTC ചെയ്യണം എന്നാണ്, ടീച്ചർ ആവണം എന്നാണ് ആഗ്രഹം. ഇനി പറ്റുമെന്ന് അറിയില്ല. ഇത് പറ്റും. നമ്മൾ സ്പിരിറ്റില് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ചെറിയ 2 കുട്ടികളാണ്, ഒരാൾ 3 വയസ്സുണ്ട്, ഒരാൾ 1 വയസ്സുണ്ട്. പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ലേണേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. സോ ദ തിങ് ഇസ് യു ഹാവ് ടു വർക്ക്, അത്രേ ഉള്ളൂ. എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ, സോ ഡോ വറി അബൌട്ട് ദാറ്റ്. എന്തായാലും റുക്സാന ടീച്ചറായിട്ട് നമുക്ക് കാണാം ഇനി ഒരു 3 വർഷത്തിനപ്പുറം. പഠിക്കാൻ പറ്റുമോന്ന് അറിയുന്നില്ല, എന്നാലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, ശ്രമിച്ചാ മതി. നമ്മൾ ശ്രമിക്കുമ്പോഴാണല്ലോ സക്സസ് കിട്ടുന്നത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ ഗെറ്റ് യുവർ സക്സസ്, റൈറ്റ്? അതെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല. പിന്നെ ഒരിക്കലും നമ്മൾ ബി പ്രൗഡ് ഓഫ് വാട്ട് യു ആർ. നമ്മൾ എന്താണെന്നുള്ളതിന് നമ്മളെപ്പോഴും പ്രൗഡ് ആയിരിക്കണം. ലൈക്ക് അവരൊക്കെ ഇങ്ങനെയായി, ഇവരൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളൊക്കെ ബാക്കൊക്കെ ആയിപ്പോയി, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ഒരിക്കലും. എവിടെയും എപ്പോഴും നമ്മൾ ബി പ്രൗഡ് ഓഫ് വാട്ട് യു ആർ എന്നുള്ള ഒരു സംഗതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പ്രൗഡ് ആണെന്നുള്ള ഒരു തോട്ട് എപ്പോഴും വേണം. ഓക്കെ, താങ്ക് യു. അതെ, ഇപ്പോഴെങ്കിലും നമ്മൾ കോഴ്സ് ജോയിൻ ചെയ്തല്ലോ, പഠിക്കാൻ ആഗ്രഹമുള്ളത് വെറുതെ പോയില്ലല്ലോ എന്ന് വിചാരിച്ച്, അറ്റ്ലീസ്റ്റ് അതെങ്കിലും വിചാരിച്ച് പ്രൗഡ് ഫീൽ ചെയ്യാം. ഇനി 3 കൊല്ലം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് ആ ഒരു സന്തോഷം നിങ്ങൾക്ക്, അപ്പോഴാണ് അത് ഫീൽ ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ, ഹു ഇസ് നെക്സ്റ്റ്? ഇനി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്? സ്നേഹ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നോ? അല്ല പറയൂ. മാം, ഞാൻ ഇവിടെ പുറത്താണ്, അപ്പൊ സംസാരിക്കാൻ കഴിയൂല. അപ്പൊ ഓക്കെ, ആരാ പറഞ്ഞു കണ്ടില്ല. അനീഷ. ഓക്കെ ഓക്കെ, സ്നേഹ പറഞ്ഞോളൂ. എന്റെ പേര് സ്നേഹ. ഓക്കെ, ഞാനിപ്പോ UAE-യിലാണുള്ളത്. ഏകദേശം 1 വർഷം ആവാനായി. നാട്ടില് കണ്ണൂർ ജില്ലയില് ശ്രീകണ്ഠപുരം എന്ന് പറയും. പിന്നെ ഞാന് മെഡിക്കൽ ലാബ് കഴിഞ്ഞതാ, ഡിപ്ലോമ ആയിരുന്നു. അപ്പം കുറച്ചുനാൾ വർക്ക് ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പോ ഒരു കുട്ടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നിനും നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോഴാ തോന്നിയ ഒരു ഡിഗ്രി എടുക്കണമെന്ന്. അത് ഇവിടെ വന്നതിന് ശേഷം തോന്നി. കാരണം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇംഗ്ലീഷിന് കുറച്ച് പ്രാധാന്യം കൂടുതലെന്ന് തോന്നി. അപ്പോ അങ്ങനെ അതുകൊണ്ട് എനിക്ക് BA ഇംഗ്ലീഷ് കോമൺ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഇപ്പം എല്ലായിടത്തും കോമൺ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അപ്പൊ വർക്കിലായാലും നമുക്കിപ്പോ കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിലും യു ഹാവ് ടു നോ ഹൗ ടു സ്പീക്ക് അല്ലേ? അപ്പോ എന്തായാലും ഐ അഡ്മയർ യുവർ ഡിസിഷൻ. പിന്നെ കുട്ടിയൊക്കെ വലുതായി വരുമ്പോ പിന്നെ എനിക്ക് എന്തെങ്കിലും അറിഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ തോന്നി ഇതെടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് തോന്നി. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. എന്തെങ്കിലും എയിം എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? എയിം ഇപ്പം നാട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും ജോബിന് നോക്കണം. ഒന്നെങ്കിൽ ലാബിന്റെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞ് ബാക്കി ഇതിന്റെ കോഴ്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കും, അങ്ങനെ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് സ്നേഹ. ഇനി ആരാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത്? ആരൊക്കെ പുറത്താണെന്ന് പറഞ്ഞു. സന്തോഷ് നേരത്തെ മൂവി ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു ആള്. സെൽഫ് ഇൻട്രോക്ക് എന്താണ് വരാത്ത? വീഡിയോ ഓൺ ചെയ്യുവോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, എൻ്റെ പേര് സന്തോഷ് ചെറിയാൻ. I'm coming from Pathanamthitta. So actually I like by chance I happened to join for BA English. I'm working in the travel department as a consultant. So I thought okay, I will take a degree in BA English. Okay. And what's your aim? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? Aim is to complete future goal. You already achieved your aim. Yeah. Okay. എത്ര വർഷം ഇയർ ഗ്യാപ്പ് ഒരുപാട് ഉണ്ടായിരുന്നോ? So I'm fluent in English and I know to write and speak. Okay.
So I അപ്പോ thought I'll ഒരു be ഡിഗ്രി എന്നുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് BA ഇംഗ്ലീഷ് ആണെന്നുള്ളത് തീരുമാനിച്ചു related അല്ലെ? to the yeah. Actually, I'm working as a travel consultant, so I will be using the English language like mostly. Okay. So I thought I'll pursue in BA English. Okay. Thank you so much. Okay. Okay, great. Okay, now who's next? ഇനി നമുക്കൊരു ഗെയിം കളിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്താലോ? അതെ ഒരു ഗെയിം കളിക്കാം. ഓക്കെ. ഗെയിം എന്ന് പറയുമ്പോ എന്താണ് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? എല്ലാവരും ആ ഗെയിം കളിക്കാന്ന് പറയണ്ടേ, ഗെയിം കളിക്കാന്ന് പറയുമ്പോ ചോദിക്കുമ്പോ എവരിവൺ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. ആക്റ്റീവ് ആവൂട്ടോ കുറച്ചുകൂടി. നമ്മൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിബറേറ്റഡ് ആയിട്ട് റിബൽ ആയിട്ടൊക്കെ ഇരിക്കേണ്ട സ്റ്റുഡൻസ് ആണ്. അതെ. ഓക്കെ, സോ നെക്സ്റ്റ് ഗെയിം. ഓക്കെ, ഇനി പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചിട്ട് എല്ലാവരും ക്യാമറ ഓഫ് ആക്കണം എന്നില്ല കേട്ടോ. ക്യാമറ ഓൺ ചെയ്തോട്ടെ, ഓൺ ആയിരുന്നോട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലേ, അപ്പൊ ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ ആ ഒരു എനർജി വേണ്ടേ. ഓക്കെ, ലെറ്റ് മീ ഡു ഇറ്റ്. ഓക്കെ, ഇനി ഭയങ്കര ഡിറ്റക്റ്റീവ് ഒബ്സർവേഷൻ സ്കിൽസ് ആർക്കാ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാനല്ലേ. ഇനി നമുക്ക് ഇവരുടെ മൂവി എന്തൂസിയാസം ഒക്കെ മനസ്സിലായല്ലോ, എത്ര പേര് മൂവി ലവേഴ്സ് ആണെന്ന്. ഇനി ഇവർക്ക് എത്ര ഒബ്സർവേഷൻ സ്കിൽ എത്ര ഉണ്ട് എന്ന് നോക്കാം അല്ലെ. ഓക്കെ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, ഇതാണ് നിർദ്ദേശങ്ങള്, എല്ലാവരും വായിക്കുക. രണ്ട് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ രണ്ട് പിക്ചേഴ്സും തമ്മിലുള്ള എന്താണ് വ്യത്യാസം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയണം. 5 മുതൽ 10 വരെ വ്യത്യാസങ്ങൾ ഓരോ പിക്ചേഴ്സിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 5 നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയണം. ഓക്കെ, കണ്ടുപിടിച്ചിട്ട് വൺ മോർ തിങ്, ഗെയിം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പെർഫോം ചെയ്യുക, ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുക. അറ്റ് ലാസ്റ്റ് നമുക്ക് പെർഫോമർ ഓഫ് ദ സെഷൻ നമുക്ക് നോക്കാനുള്ളതാണ്. അപ്പോ എല്ലാവരും അത് എയിം ചെയ്ത് പെർഫോമർ ഓഫ് ദ സെഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എയിം ചെയ്തിട്ട് കളിക്കുക. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ഫൈൻ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മ്യൂസിക് കഴിഞ്ഞിട്ട് പറയാട്ടോ, അതുവരെ നോക്കിക്കോളൂ, ഒബ്സർവ് ചെയ്തിട്ട് മൈൻഡിൽ വെക്കുക. മ്യൂസിക് കഴിയുന്ന പാട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, കഴിഞ്ഞു. ബഡ്ഡിക്ക് ഒരെണ്ണത്തിൽ വൈയില്ല. എന്താണ്? 3 ഡോട്ട് ബഡ്ഡിക്ക് വൈയില്ല. 2 ഹാർട്ടേ ഉള്ളൂ. ഒരു ബഡ്ഡിയുടെ പിന്നെ പ്ലെയിന്റെ അവിടെ ഒരു വാതിൽ, പ്ലെയിന്റെ ഒരു ലൈൻ ഉള്ളൂ. പിന്നെ ബേർഡ്സിൽ ഒന്നും, ബേർഡ്സിലല്ല, ആ ഫ്ലവേഴ്സ് ഒന്നേ ഉള്ളൂ. ഒരു ഫ്ലവേഴ്സ് ഒന്നേ ഉള്ളൂ. പട്ടിയുടെ ഡോട്ട്സിൽ ഒന്നേ ഉള്ളൂ. ഫ്ലവേഴ്സ് ഒന്നേ ഉള്ളൂ. വാലിന്റെ അപ്പുറത്തൊരു ഡോട്ട് ഉണ്ട്, ഡോട്ടില്ല. പിന്നെ എയ്റോപ്ലെയിന് ഒരെണ്ണത്തില് 5 ഡോട്ടുണ്ട്, ഒരെണ്ണത്തില് 3 ഡോട്ടേ ഉള്ളൂ. ബേർഡ്സ് ഒരു ബേർഡേ ഉള്ളൂ, 2 ബേർഡ്. മൂസിന് എന്താ പറയുന്നത്? പിന്നെ മേഘത്തിന്റെ
മേഘത്തിന്റെ ഏറ്റവും മുകളിൽ ഒരിതില്ല, ഏറ്റവും മുകളിൽ. ഓക്കെ 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 മേഘത്തിന്റെ അടുത്ത് ഒരു പിക്ചറിൽ 2 വരയുണ്ട്, ഒരെണ്ണത്തിൽ 1 വരയുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി ഈ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇനി സൂക്ഷിച്ച് നോക്കിക്കോ, പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ ശരിയാണോന്ന്. ഓക്കെ ഓക്കെ. ഇതാ ഒരു പക്ഷി. ഓക്കെ. ആൻഡ് എയറോപ്ലെയിന്റെ ആ ഡോട്ട്സ്, എയറോപ്ലെയിന്റെ ബാക്കിലുള്ള ലൈന്, പിന്നെ ആ 3 ബട്ടർഫ്ലൈസിൽ ഒന്ന്, ഡോഗിന്റെ വാലിന്റെ അടുത്തുള്ള പൂവ്, ഡോഗിന്റെ ആ ഫ്രണ്ട് പോർഷനിലെ മൗത്ത് ഏരിയയിലുള്ള ആ 3 ഡോട്ട്സില്, പിന്നെ ഫ്ലവേഴ്സ് ഒന്ന് മിസ്സിംഗ് ആണ്, പിന്നെ ആ ക്ലൗഡിന്റെ ഒരു ഇത്, പിന്നെ ബഡിന്റെ വൈ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡോഗിന്റെ ബാക്കിലെ ആ ബുഷസിന്റെ പൊസിഷൻ ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ട്. അപ്പൊ പൊസിഷൻസ് കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. ആ മ്യൂസിക് തീരുന്ന വരെ നിങ്ങൾക്ക് ടൈമാണ്, 10 സെക്കൻഡ്സ് ടൈം കിട്ടും. ആ ടൈമിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ. സോ ഗ്രേറ്റ് ജോബ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. നെക്സ്റ്റ് പിക്ചറിലേക്ക് പോവാം. കുറെ ഇലക്ഷൻ വർക്ക് നടക്കുന്നത് അറിയാം. അയോധ്യ വെച്ച് ഇലക്ഷൻ വർക്ക് നടക്കുകയല്ലേ നമുക്ക്. മാളു ആരാണ്? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ആൻസർ പറയാനാണോ? എക്സൈറ്റഡ് ആവല്ലേ? എത്ര എണ്ണം കിട്ടിയെന്ന് ശ്രദ്ധിക്കാട്ടോ. എത്ര ഡിഫറൻസ് കിട്ടി നമ്പറിൽ പറയാം. ഓക്കെ. കിട്ടിയോ 7 കിട്ടിയോ എന്നുള്ളത് പറയാം. ഓക്കെ കഴിഞ്ഞു. ഇനി പറഞ്ഞോളൂ, എത്ര എണ്ണം കിട്ടി? ബോട്ടിന്റെ കളർ വേറെയാ, മിസ്സിംഗ് ആണ്. കൈറ്റിന്റെ അവിടെയുള്ള ആ ഒരു വേവ് മിസ്സിംഗ് ആണ്. പിന്നെ ഐസ്ക്രീം ഒരെണ്ണം മിസ്സിംഗ് ആ. അത് ഒന്നേ ഉള്ളൂ അത്രേ. അത് കഴിഞ്ഞിട്ട് റോക്കറ്റിന്റെ അവിടെ ഒരു. ഓക്കെ. ഇനി നെക്സ്റ്റ് പിക്ചർ തൊട്ട് നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടിയെന്ന് ആദ്യം പറയാട്ടോ. 6 കിട്ടിയോ 7 കിട്ടിയോ എത്ര കിട്ടിയോ അത് പറയാം. ഓക്കെ ഓക്കെ. ഇതില് എത്ര പേർക്ക് 6 എണ്ണം കിട്ടി? ശനക്ക് 6 എണ്ണം കിട്ടിയോ? കിട്ടിയോ? ഏതൊക്കെയൊന്ന് പറയുവോ? സണ്ണ്. ഓക്കെ. സണ്ണ്. കൈറ്റിന്റെ അവിടെ 2 കൈറ്റ്, ഒരിടത്ത് ഒന്നേ ഉള്ളൂ. ഓക്കെ. കൈറ്റിന്റെ അവിടെ ഒരു വേവ് പോലെ വരുന്നുണ്ട്, ഒന്നില്ല അതില്ല. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പായ്ക്കപ്പലിന് ഒരെണ്ണത്തിൽ ഒരു കളറ്, ഒരെണ്ണത്തിൽ ഒരു കളറ്, ഓക്കെ. ഒരു മഞ്ഞയും റോസും. ഓക്കെ. ഐസ്ക്രീം ഒരെണ്ണം മിസ്സിംഗ് ആണ്. ഓക്കെ. ഐസ്ക്രീം ഒരെണ്ണം മിസ്സിംഗ് ആണ്. എത്ര എണ്ണായി? അത് ആ ചെയറിന്റെ അടുത്തുള്ള ആ 3 ആ ഒരു ഇതില്ലേ ടെന്റ് പോലത്തെ, അത് മാച്ചിങ് അല്ല. കുറെ ലൈൻസ് ഉണ്ട്, ഇതിൽ കുറെ ലൈൻസ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. നമുക്ക് സൗണ്ടിന്റെ സിമ്പിൾ ഇല്ല. എന്താ ഹിബ? സൗണ്ടിന്റെ സിമ്പിള് അത് മ്യൂസിക്കിന്റെ സിമ്പിൾ ആണ്. അത് പിക്ചറിലുള്ളതല്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ കറക്റ്റ്. 1 2 3 4 5 6 അല്ലേ? കറക്റ്റ് അല്ലേ? ഒന്നും ബാക്കിയില്ല. ഒന്നും ബാക്കിയില്ല. കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ. അല്ല കണ്ണട മറ്റേ സ്പെക്സ്, ഒരു സൂര്യന് സ്പെക്സ് ഉണ്ട്, ഒരു സൂര്യന് സ്പെക്സ് ഇല്ല. അതെ അത് പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമ്പർ പറയാം, എത്ര എണ്ണം കിട്ടിയെന്ന് ആദ്യം പറയാം കേട്ടോ. ഓക്കെ, കിട്ടിയോ? എത്ര എണ്ണം കിട്ടി? 5. 5. ഓക്കെ, എല്ലാവർക്കും 5 ആണോ? 5ൽ കൂടുതൽ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ 1 by 1 ആയിട്ട്. സ്ട്രോബെറി, ഒരിടത്ത് ബ്രെഡ് വലുതാണ്, ഒരിടത്ത് ആപ്പിൾ ഗ്രീൻ എക്സ്ട്രാ ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ വെജിറ്റബിൾ ബ്രെഡിന്റെ ബാക്കിലോട്ട് കയറി ഇരിക്കുകയാണ്, പക്ഷെ മറ്റേതിനകത്ത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ഇരിക്കുകയാണ് പൊസിഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫ്ലവർ കളർ വ്യത്യാസമുണ്ട് രണ്ടും. യെസ്. ഓക്കെ ഓക്കെ, ആയോ? 5 എണ്ണം ആയോ? റെഡി ആണോ? നോക്കാം, ചെക്ക് ചെയ്യാം. പുറകിലത്തെ ആ മല ഒന്ന് വലുതും ഒന്ന് ചെറുതും. അത് ഒന്ന് വലുതും ഒന്ന് ചെറുതും അല്ല, ആ ബ്രെഡിന്റെ പൊസിഷൻ മാറിയതുകൊണ്ട് അങ്ങനെ തോന്നാണ് കേട്ടോ. അത് സ്ലാൻഡിങ്ങിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ തോന്നാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാമല്ലേ ആൻസേഴ്സ്? ഓക്കെ, സ്ട്രോബെറി കപ്പ് കേക്സ്, പിന്നെ ഒരു ലെമൺ ആൻഡ് ആപ്പിൾ മാറിയിട്ടുണ്ട്, ടൊമാറ്റോ ആൻഡ് ക്യൂക്കുംബറിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്, അതേപോലെ ഫ്ലവേഴ്സിന്റെ കളർ ഡിഫറെന്റ് ആണ്, പിന്നെ ആ ബ്രെഡ് ബാസ്ക്കറ്റിൽ വെച്ച ബ്രെഡിന്റെ ഹൈറ്റ് കൂടുതലും കുറവുമാണ്. അല്ലേ? കിട്ടിയായിരുന്നോ? ഇനി നെക്സ്റ്റ് നോക്കാം. ഇതിലെല്ലാരും ഓൾമോസ്റ്റ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഗെയിം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരുമെന്ന് ഹോപ്പ് ചെയ്യുന്നു കേട്ടോ. അതെ അതെ. പറയാമോ? പറയട്ടെ? പറഞ്ഞോളൂ. കളറ് ആപ്പിൾ ഗ്രേപ്സ് ആവും, റെഡ് ബേർഡ്, 7 എണ്ണം. പിരമിഡ്. കൗണ്ട് പറഞ്ഞില്ലല്ലോ. 7 എണ്ണം. 7 എണ്ണം. 7 എണ്ണം. 7 എണ്ണം കണ്ടവരാ ആരായിരുന്നു പറഞ്ഞു? 7 എണ്ണം കിട്ടിയാന്ന് പറയട്ടെ. ഗ്രീഷ്മ പറയട്ടെ? പറഞ്ഞോളൂ. ബസിന്റെ കളറ് ആപ്പിളും ഗ്രേപ്സും തമ്മിൽ മാറിയേക്കുന്നു. റെഡ് ബേർഡ്, അതായത് ബേർഡിന്റെ താഴത്തെ ആ റെഡ് കളറിൽ ഇരിക്കുന്നു. പിന്നെ പിരമിഡ്, അതിന്റെ കളർ വേറെയാ. പിന്നെ കാക്ടസ് ആയിട്ട് ഒരു സൈഡിലുണ്ട്, പക്ഷെ മറ്റേ സൈഡിലെ ട്രീ ആണ്. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഹെലികോപ്റ്റർ, റൈറ്റ്. ഹെലികോപ്റ്ററിന്റെ കളർ ഡിഫറെന്റ് ആണ്. ഓക്കെ, there is only 6 things. താഴെ അവിടെ ഒരു ബാസ്ക്കറ്റ് ആംഗ്രി ബേർഡിന്റെ കയ്യില് കയ്യിലുള്ള ബൂമറാങ്ക് വര പോലെ ഒന്നിലുണ്ട് ഒന്നിലില്ല അല്ലെ? ഓക്കെ ഓക്കെ. പിന്നെ ബസ് ബസ്സിന്റെ കളർ. ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഇനി ആർക്കെങ്കിലും എക്സ്ട്രാ? ഓക്കെ, then we move on to the answer. നോക്കല്ലേ? അതെ. ഓക്കെ, റൈറ്റ്. ഹെലികോപ്റ്ററിന്റെ കളർ ഡിഫറെന്റ് ഉണ്ട്, ഒരു കാക്ടസ് മിസ്സിംഗ് ആണ്, ടെന്റിന്റെ കളർ ഡിഫറെന്റ് ഉണ്ട്, ബസിന്റെ കളർ വേറെ ആണ്, ഗ്രേപ്സ് ആൻഡ് ആപ്പിൾ ഡിഫറെന്റ് ആണ്, പിന്നെ ഒരു പെൻഗ്വിന്റെ കയ്യിൽ ആ ബൂമറാങ്ക് ഉണ്ട്, ഒന്നിന്റെ കയ്യിലില്ല. കറക്റ്റ്?
Okay. Okay, we'll move on to the next one. Yes. Okay. 6 കിട്ടിയിട്ടുണ്ടോ? 6. ഓക്കെ അഭിഷ പറയൂ. ഐസ്ക്രീമിന്റെ കളർ ചേഞ്ച് ആണ്. പിന്നെ Okay. പുറകിൽ കർട്ടനിൽ ഒരെണ്ണം പ്രിന്റഡ് ഒരെണ്ണം പ്രിന്റഡ് അല്ല. Okay. പിന്നെ ഒന്നില് ആ സൺ ഷൈൻ ചെയ്യുന്നുണ്ട്, മറ്റേതിലില്ല. Okay. പിന്നെ ടേബിളില് ഒരെണ്ണത്തില് വാട്ടർമെലോൺ, ഒപ്പുറത്ത് വാട്ടർമെലോൺ കളർ വേറെ എന്തോ ആണ്. പിന്നെ Okay. ടേബിളില് 2 ലെമൺ മാംഗോ ഉള്ളിടത്ത് ഒരു മാംഗോയേ ഉള്ളൂ. Okay. പിന്നെ ഇപ്പഴത്തെ ജ്യൂസിന്റെ കളർ ചേഞ്ച് ഉണ്ട്. Okay. ഓക്കെ, പുറകിലത്തെ വിൻഡോന്റെ പുറകിൽ മല കാണുന്നില്ല. കേർട്ടനിൽ വ്യത്യാസമുണ്ട്. കേർട്ടൻ Yes. ഡിസൈൻ, ഒന്നില് മല മിസ്സിംഗ് ആണ്. Okay. വിൻഡോസിന്റെ പെയിന്റ്സ് ഒരു ഡ്രിങ്ക്സിൽ ഒരു ലെമണിന്റെ പീസ് മിസ്സിംഗ് ആണ്. വിൻഡോസ് സണ്ണിന്റെ അവിടുത്തെ ഒരു പാർട്ടീഷൻ വിൻഡോയ്ക്ക്. Okay. ആയോ? എല്ലാവർക്കും ആയോ? സണ്ണിന്റെ ബാക്കിൽ ആ ലൈറ്റ് കാണുന്നില്ല. കേർട്ടന്റെ പോൾക്ക ഡോട്ട്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് വാട്ടർമെലണും മെലണും ഡിഫറൻസ് ഉണ്ട്. ആൻഡ് 2 മാംഗോസിന്റെ ഡിഫറൻസ് ഉണ്ട്. ഒരു ജ്യൂസിന്റെ മേളില് ലെമൺ പീസിന്റെ ഡിഫറൻസ് ഉണ്ട്. ഒരു ജ്യൂസിന്റെ കളർ ഡിഫറൻസ് ഉണ്ട്. കുട്ടീന്റെ ഐസ്ക്രീമിന്റെ കളർ ഡിഫറെന്റ് ആണ്. ഓക്കെ, ബാക്കത്തെ മല ഇല്ല. ഓക്കെ, കറക്റ്റ് അല്ലേ? പിന്നെ കോളർ കോളർ ഉണ്ട്, ഒന്നും റൗണ്ട് നെക്ക് ആണ് അല്ലേ? ഓക്കെ. മാം വലിയ സർക്കിളില് വൈറ്റ് ലൈറ്റ് ആണ്. 160 ഉണ്ട്, 180 ഉണ്ട്. ആ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. 180 മറ്റ് 160. പിന്നെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന സെൻട്രൽ ഒരു വൈറ്റ് കളർ റൗണ്ട് പോലെ കാണുന്നു. പിന്നെ ഇപ്പുറത്താണെങ്കിൽ അവിടെ ഇതുപോലെ കളർ ചേഞ്ച് ഉണ്ട്. അവിടെ സെൻട്രലും താഴെയായിട്ടും. പിന്നെ ആർക്കെങ്കിലും പറയാനുണ്ടോ? അത്രേ ഉള്ളൂ. സിമി പറഞ്ഞോളൂ. കേക്കുന്നില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്യോ? അൺമ്യൂട്ട്. മ്യൂട്ടാണ്. ഓക്കെ പറഞ്ഞോളൂ. ചെറുതിലുള്ള സെന്ററിലുള്ള കളർ ഡിഫറൻസ്. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഹാൻഡ് ടച്ച് ചെയ്തേക്കണ പിക്ചറിലുള്ള ഡിഫറൻസ്. ഓക്കെ. പിന്നെ ഇപ്പുറത്ത് സെറ്റ് എഴുതിയിരിക്കുന്നത് ഒരെണ്ണത്തില് സെറ്റ് ഉണ്ട് ഇതില്. ഓക്കെ, ഐക്കൺസ് ഒക്കെ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാട്ടോ. 2 റൗണ്ടിന്റെ ഉള്ളത്തെ ഐക്കൺസിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ 5-ന് അടുത്താണ് മുകളിലുള്ളതിൽ 5-ന് അടുത്തുള്ള ഐക്കൺ ഇപ്പുറത്തില്ല, താഴെയില്ല. ഓക്കെ. ആർക്കും ആഡ് ഓൺ ചെയ്യാനില്ല? മ്യൂസിക്കിന്റെ ഇത് താഴെ ഓഫ് എന്നുള്ളത് ഒരെണ്ണത്തിന് മേളിലോ ഒരെണ്ണത്തിന് താഴെയാണ്. ഓക്കെ. ആ ടോപ്പിൽ അവിടെ ഒരു ചെറിയൊരു ഡിമാർക്കേഷൻ ഉണ്ടല്ലോ, അത് വ്യത്യാസമുണ്ടോ? ഒരെണ്ണത്തിനകത്ത് കൈ കാണിച്ചിട്ടുണ്ട്, മറ്റേതിനകത്തില്ല. ഓക്കെ. പിന്നെ ഗ്രീനറിയും എന്താണ്? ബുഷ് വ്യത്യാസമുണ്ട്. വൈറ്റിഷ് കാണുന്നുണ്ട്, മറ്റൊരു ഗ്രീൻ ആണ്. ഓക്കെ. നോക്കാം. ഓക്കെ, നോക്കാം അല്ലേ? പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഗെയിം ഇഷ്ടമായോ? ഇഷ്ടമായോ? ഓക്കെ, എല്ലാരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലെ? ഓക്കെ, ഇനി പരിചയപ്പെടാത്ത കുറച്ച് പേരെ പരിചയപ്പെടാം. എന്റെ പേര് കെറീന, ഫ്രം കോട്ടയം. എന്താണ് BA ഇംഗ്ലീഷ് ചൂസ് ചെയ്യാനുള്ള റീസൺ? BA ഇംഗ്ലീഷ് ചൂസ് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് ഇപ്പൊ ഉടനെ എബ്രോഡ് പോകും. അപ്പം
ഞങ്ങളും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടിരിക്കുക, മൂവ് ചെയ്യാനായിട്ടിരിക്കുക. അപ്പം എങ്ങനെയായാലും ഒരു 3 years എടുക്കും. അപ്പം ഇയർ ഗ്യാപ്പ് ഇയർ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ Okay. ഇംഗ്ലീഷ് ഇഷ്ടമാണ്, അതുകൊണ്ട് ചൂസ് ചെയ്തു. Okay, great. Okay, Karina, any future goals? ഇത് എബ്രോഡ് പോയിട്ട് എൻ്റെ MA ചെയ്യണമെന്നുണ്ട്. Okay. Okay, great. Okay, ഇനി ആരാണുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതായിട്ട്? ഹിബ ഹുസ്ന ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ? ഹിബ പറഞ്ഞായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞായിരുന്നോ ഹിബ? മിസ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ ശരി. അപ്പോ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ആയി തോന്നുന്നു. ഇനി എന്നാലും നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. പോവാം. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കും കേട്ടോ. ഇത് കുറച്ച് നിങ്ങളെ ഇനി ഒന്ന് ഓടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, ഇനി ആദ്യം എല്ലാവരും കാഷ്വൽ ആയിട്ട് ഇരുന്ന് മൂവി നെയിംസ് ഇത് നമുക്ക് ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം അല്ല. സോ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക ആൻഡ് യു ഹാവ് ടു ബി ആക്റ്റീവ്. അങ്ങനെ എന്താ പറയാ, ഭയങ്കര ഊണിയായിട്ട് ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം അല്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഹോപ്പ് ദാറ്റ് യു വിൽ എൻജോയ് ഇറ്റ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ, okay, we'll start, right? Yeah, sure. എന്താണ് ഗെയിമിന്റെ പേര്? ഗ്രാബ് ആൻഡ് റൺ. എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് മനസ്സിലാവുന്നത്? വാരിയെടുത്തോടുക. അതെ, നമ്മൾ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരും. ആ സാധനങ്ങൾ എവിടാന്ന് വെച്ചാൽ പോയി ഓടി ചെന്നിട്ട് എടുത്തിട്ട് വരാം, എന്നിട്ട് കാണിക്കണം. സോ യു ഹാവ് ടു ഓൺ വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് നിങ്ങൾ അത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കും. ആരൊക്കെയാണ്? കരീന, മുഹ്സിന, ഹിബ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് റെഡി ആയിട്ട് ഓടാൻ റെഡി ആയിട്ട് ഇരിക്കാം. സുജാത, പിന്നെ ഹിബ, എല്ലാവരും ഓൺ ചെയ്യണേ വീഡിയോ. ഞാൻ വേണം. ഓൺ ചെയ്യൂ, പിന്നെന്താ. അത് കുഴപ്പമില്ല ടീച്ചർ, അങ്ങനെ വിചാരിക്കണ്ട. ബാക്കിയുള്ളത് ഏജ് ഗ്യാപ്പ് ഒന്നും വിചാരിക്കണ്ട, മനസ്സിലാവും. ഞാനത് കണ്ട് എൻജോയ് ചെയ്തോളാം. ഓക്കെ, അല്ല ആ മേശപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. സോ അതെടുത്ത് കാണിക്കാലോ. സോ വീഡിയോ ഓൺ ചെയ്തോളൂ. ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, അപ്പോഴല്ലേ നമുക്ക് അതിന്റെ ഒരു സ്പിരിറ്റ് വരുന്നേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നിങ്ങൾക്ക് ഒബ്ജക്ട്സ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരും. അത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിന്ന് തപ്പിയെടുത്തിട്ട് സ്ക്രീനിൽ ക്യാമറയിൽ കാണിക്കുക. നിങ്ങളുടെ അടുത്ത് ആ സാധനം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹിയർ കംസ് യുവർ ഫസ്റ്റ് ഇമേജ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ എന്നെ എടുത്ത് കാണിച്ചു. സ്നേഹ. ഓക്കെ, എല്ലാവരും കാണിച്ചോ? മുഹ്സിന ബുക്ക് അവിടെ പോയി. മുഹ്സിന എടുത്ത് വന്നിട്ടുണ്ട്. കരീന, സിമി, നിരുപമ, അതുല്യ, ഗ്രീഷ്മ, അഭിഷ, മൊസിന. സന്തോഷ് ബുക്കില്ലേ അവിടെ അടുത്ത്? ബാക്കിയുള്ളവര് പോയോ? ഓക്കെ, ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഇന്ന് എല്ലാവരും എന്തോ പഠിക്കാനുള്ളതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ബുക്ക് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവില്ല. നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ the next one is എല്ലാവരും കപ്പാണ് കാണിക്കുന്നത്. ഗ്രീഷ്മ സ്നേഹ കാണിച്ചു, സിമി കാണിച്ചു, സുജാത മാം കാണിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണുള്ളത്? യെസ്, ഗ്രീഷ്മ. നിരുപമ. അത് കപ്പല്ലല്ലോ. കരീന കിച്ചണിൽ തന്നെ ഉണ്ടല്ലോ.
അതുല്യ കാണിച്ചു. ആൻഡ് യെസ്, സന്തോഷ് അത് ജഗ്ഗാണ്, കപ്പല്ലാലോ. ജഗ്ഗാന്ന് പറഞ്ഞു. മുഹസിന കപ്പായിട്ട് ഓടി വന്നു. ഓക്കെ, നടക്കട്ടല്ലോ. അഭിഷ കാണിച്ചോ? മാം എനിക്ക് ആക്സിഡന്റ് ആയിട്ട് എണീറ്റ് കിടക്കാൻ പറ്റില്ല. അയ്യോ, ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കപ്പായില്ല എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഗ്രാബ് സംതിങ് ദാറ്റ് ഹാസ് ബട്ടൺ. ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒന്ന് ഓടി പോയിട്ട് എടുത്തിട്ട് വരും. എനിത്തിങ് ബട്ടൺ ഉള്ള. ബട്ടൺ. അമ്മേന്റെ ഡ്രസ്സിന്റെ ബട്ടൺ കണ്ടു. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? ബട്ടൺ ഇല്ല, റിമോട്ട് ഒന്നും ഇല്ല ആരുടെ അടുത്തും. എടുക്കാൻ ഓടിയിട്ടൊക്കെ ഉണ്ട് കുറെ പേര്. സ്നേഹ ഷർട്ടിന്റെ ബട്ടൺ കാണിച്ചു. ആൻഡ് യെസ്, നിരുപമ റിമോട്ടിന്റെ ബട്ടൺ കാണിക്കുന്നു. സന്തോഷ് കാണിച്ചു. മുഹ്സിന കാണിച്ചു. കരീന തുല്യ കാണിച്ചു. ഓക്കെ, ഗ്രീഷ്മ കാണിക്കുന്നുണ്ടോ? കാണിച്ചു മാം. ഓക്കെ ഫൈൻ, ശരി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം അല്ലേ? യെസ്, സ്പെക്സ്. യെസ്, സുജാത മാം. എല്ലാരും കാണിച്ചു ഓൾമോസ്റ്റ്. കാണാം. കണ്ടു. ഓക്കെ, എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഒരു ഫ്രണ്ട് ആയിട്ട് കൂടെ. ഓക്കെ, നെക്സ്റ്റ് സ്ക്രാപ്പ് സംതിങ് മെയ്ഡ് ഇൻ വുഡ്. മാം ഇത് കാണാൻ പറ്റുമോ? എന്തെങ്കിലും ഓടിപ്പോയിട്ട് കണ്ടു. ഓക്കെ, സോഫന്റെ ഹാൻഡിൽ. ഓക്കെ, യെസ്. ഓക്കെ, അഭിഷ എന്താ അടുത്ത്? നിരുപമ ഒരു ചീപ്പ് എടുത്ത് വന്നിട്ടുണ്ട്. ദെൻ സോഫിന്റെ സ്റ്റാൻഡ്. സുജാത മാം എന്താണ്? ഗണപതിയുടെ വിഗ്രഹമാണ്. ഓക്കെ ബൈ. ഓക്കെ, മുഹ്സിന തവിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടോ? ക്യാമറയിൽ കാണുന്നില്ല, കുറച്ചുകൂടെ താത്ത. ടൂളാണത്. ഓക്കെ ഫൈൻ, ശരി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, എല്ലാവരുടെയും ലൈഫ് ലൈൻ ആയിട്ടുള്ള എല്ലാവർക്കും അടുത്തടുത്തുണ്ടാവുമല്ലോ ഈ സാധനങ്ങളൊക്കെ. കാണാൻ പറ്റുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. സ്നേഹല്ലേ പറയുന്നേ? ഗ്രീഷ്മ എവിടെ? യെസ്. എന്റെ കയ്യിലിരിക്കുന്ന ഹെഡ്സെറ്റ് കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. ഗ്രീഷ്മേനാണ് ഇപ്പൊ കാണുന്നത്. ഗ്രീഷ്മ ആക്ച്വലി ഒരു ചാർജർ ആണ് ചോദിക്കുന്നത്. ചാർജറോ? ചാർജർ ആണ് കേട്ടോ. കാണാൻ പറ്റുമോ? അതുല്യ കാണിച്ചു. യെസ്, സുജാത മാം എടുത്തു വന്നിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് നല്ല ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നുമില്ല, ഞാൻ വേണ്ടെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചാണ്. അതെ, പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? ഓക്കെ ഫൈൻ, ഓൾമോസ്റ്റ് എല്ലാവരും കാണിച്ചല്ലോ അല്ലെ? ഓക്കെ, ഷംല കാണിക്കുന്നുണ്ട്. ഷഹന കാണിച്ചോ? എനിക്ക് കണക്ഷൻ ലോസ്റ്റ് ആയി. ഇപ്പൊ തിരിച്ചു വന്നപ്പോ എനിക്ക് ഇവിടെ എന്ത് നടക്കണേന്നൊന്നും മനസ്സിലാവണില്ല. നമ്മള് ഗെയിമാണ് കളിക്കുന്നത്. പിക്ചറിൽ കാണുന്നത് കാണിക്കുന്ന സാധനം ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരിക, എന്നിട്ട് കാണിക്കാം. ക്യാമറയിൽ കാണിക്കണോ? ഗ്രീഷ്മയാണ്. എന്നെയാണോ കാണുന്നത്? ബാക്കിലുള്ള സാധനങ്ങളാണോ? ഗ്രീഷ്മനെയാണ് കാണുന്നത്. ഓക്കെ കറക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. Grab something red in color. Red in color. Red color-ലുള്ളത്. Shahana, your dress is red in color, right? Okay, Shahana എന്തോന്ന് കാണിക്കുന്നുണ്ട്. Socks. Okay. Yes, അതുല്യ എന്താണ്? ടവലാണ്. അല്ല, പില്ലോ അല്ലെ? Okay. And മുക്സിന് എന്തോ ഒരു ടോയ് കാണിക്കുന്നുണ്ട്. ബാഗ് കാണിക്കുന്നുണ്ട്. നിരുപമ പെണ്ണ് കാണിച്ചു. Then സുജാത മാം എന്താണ് കാണിച്ചത്? നോട്ടീസ്. പേപ്പർ ബോക്സ്. യെസ്. ഓക്കെ, സ്നേഹ കാണിക്കുന്നുണ്ട്. സ്കെച്ച് പെൻ ആണോ?
സിമി പെൻസിൽ, കളർ പെൻസിലാ? ഓക്കെ പോയിന്റ്സ് ഒക്കെ ഇട്ട് വെക്കണേ. ആ കൊടുക്കാം. ഓക്കെ 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 ഫൈൻ ശരി. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇത് കാണുമല്ലോ, എനി വാട്ടർ ബോട്ടിൽ, ഏതെങ്കിലും വാട്ടർ ബോട്ടിൽ. യെസ്. ആ ഓക്കെ. സ്നേഹ ഗ്രീഷ്മ ഫസ്റ്റ് കാണിച്ചു. സ്നേഹ കാണിച്ചു. ആ സുജാത നിരുപമ, സുജാത മാം കാണിച്ചു. Then കരീന കാണിച്ചു. Then It is not actually water. അതുല്യ കാണിച്ചു. ആ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വാട്ടർ ബോട്ടിൽ എനി ബോട്ടിലാണ് ചോദിച്ചിട്ടുള്ളത്, സോ കുഴപ്പമില്ല. ഓക്കെ സിമി എടുത്തു വന്നിട്ടുണ്ട്. ഓക്കെ. മുക്സിന് ബോട്ടിൽ എടുക്കാൻ പോയതാ, കാണാനേ ഇല്ല ആളെ. മുസീന മോനെ വെച്ചിട്ടാണ് പോകുന്നേ. പോയി വന്നോട്ടെ. ഓക്കെ ഓക്കെ, കാണിക്കാം. നെക്സ്റ്റ് കാണിക്കാം. മുസീന വരുന്നുണ്ടോ? ആള് ബോട്ടിലായി എടുത്ത് വരുമ്പോഴത്തേക്കും കഴിഞ്ഞു എന്നറിയോ. ഓക്കെ, വരുന്ന മട്ട് കാണാനില്ലല്ലോ. അതാ വരുന്നുണ്ട് മുക്സിന. ഐ തിങ്ക് ഷീ എന്തോ വേറെ എന്തോ. ആ ഓക്കെ ഓക്കെ, വിൽ മൂവ് ഓൺ. ഓക്കെ ഓക്കെ. സ്കെച്ച് പെൻ. സ്കെച്ച് പെൻ. ഗ്രീഷ്മ സ്കെച്ച് പെൻ ആണ്. കാണിച്ചിട്ടുണ്ട്. സ്കെച്ച് പെൻ ആണ് കേട്ടോ ഗ്രീഷ്മ, പെന്നല്ല. യെസ്, നിരുപമ കാണിച്ചു. ആൻഡ് ഇങ്ങനത്തേതാ ഉള്ളത്, ക്രയോൺസ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ ഓക്കെ. അത് സ്കെച്ച് പെൻസ് ആണല്ലോ. ഷഹന കാണിക്കുന്നുണ്ട്. ദെൻ അഭിഷ കാണിച്ചു. അഭിഷയുടെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നോ സ്കെച്ച് പെൻ? ഇല്ല, എന്റെ ബ്രദർ എടുത്തു. ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട് അല്ലേ? അതെ അതെ. ഇല്ല, ഇപ്പൊ ഇത്ര ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്നോളൂ, അപ്പൊ പെട്ടെന്ന് എടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ, സുജാത മാം എടുത്തിട്ട് വരുന്നുണ്ടല്ലോ സ്കെച്ച് പെൻ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഷാർപ്പ്. ഷാർപ്പ് ആയിട്ടുള്ള, കൈ ഒന്നും മുറിക്കാണ്ട് ശ്രദ്ധിച്ച് കൊണ്ടുവരാട്ടോ. സുജാത മാം എന്താ കാണിക്കുന്നത്? കത്രികയാണോ? യെസ്. ദെൻ ഗ്രീഷ്മ നൈഫ് കാണിക്കുന്നുണ്ട്. സന്തോഷിനടുത്ത് കത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നിരുപമ ഇസ് ഓൾസോ ഷോയിങ്. എന്താണ് നിരുപമ? ഗ്ലാസ് പീസ് ആണോ? സേഫ്റ്റി പിൻ. സേഫ്റ്റി പിൻ. ഓക്കെ ഓക്കെ ഓക്കെ. അതുല്യ നൈഫ് കാണിക്കുന്നുണ്ട്. സ്നേഹ സിസേഴ്സ് കാണിച്ചു. ദെൻ ഓൾമോസ്റ്റ് എല്ലാരും സിസേഴ്സ് ആണ് എടുത്ത് വന്നിട്ടുള്ളത് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, കഴിഞ്ഞു. എല്ലാവരും ഇതും കണ്ടില്ലേ? ഓക്കെ, അഭിഷന്റെ കയ്യിൽ ഒരു കത്തിയൊക്കെ ആയിട്ടുണ്ട്. അതിന് മാറ്റി വെച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഹെഡ്സെറ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ ഇപ്പൊ ഹെഡ്സെറ്റ് അല്ലെ? എല്ലാവരുടെ ചെവിയിലും ഉണ്ടാവും. യെസ്, ഗ്രീഷ്മയുടെ അടുത്തുണ്ട്. ദെൻ സ്നേഹ, അതുല്യ, മുഹ്സിന, ഷാൻ, ഷാനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ആരാണ്? ഓക്കെ, ഇനി ആരാണ്? സിമ്മിക്ക് കിട്ടി. ഓക്കെ, സന്തോഷം എണീക്കുന്നേ ഇല്ല കേട്ടോ, ഇരിക്കുന്നിടത്തുനിന്ന് പോയി എടുത്തോണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഹെഡ്സെറ്റ് എടുക്കാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാണുന്നില്ലല്ലോ. ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ പിന്നെ ടെക്നോളജി വളർന്നോണ്ട് ഹെഡ്സെറ്റ് ഇല്ലാണ്ട് ആരും ഉണ്ടാവില്ലല്ലോ. കിട്ടിയോ? ഹെഡ്സെറ്റ് കിട്ടിയോ? എന്റെ എവിടെയോ ഉണ്ട്, കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ക്ഷീണിച്ചു പോയാളെ. അല്ല, നിങ്ങളെ പോലെ അത് എയർപോഡായിട്ടോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ആയിട്ടോ ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്കത് എവിടെയാണെന്ന്. ഓക്കെ ഓക്കെ ഫൈൻ ശരി. ഓക്കെ
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. ഗെയിം അടിപൊളി. ഇത് നന്നായിട്ടുണ്ട്. ബാഗ് ഹാൻഡ് ബാഗ്. ഹാൻഡ് ബാഗ് എവിടെയാണോ എന്തോ. മാം ദാണ്ടെ ഹാൻഡ് ബാഗ്. മുഹ്സിന ബാഗായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഗ്രീഷ്മ അതാ കാണിക്കുന്നുണ്ട്. സ്നേഹ ഇസ് ദേർ. അതുല്യ. സ്നേഹ, അതുല്യ. ഓക്കെ, സന്തോഷ് ബാഗ് കാണിക്കുന്നുണ്ട്. ദെൻ ഷഹന സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ബാഗ് അവിടെ പോയി ഷഹന. നിരുപമേന്റെ കണ്ടു, അഭിഷന്റെ കണ്ടു. സുജാത മാമും കാണിക്കുന്നുണ്ട്. ഓക്കെ. ഷഹന ശരിക്കും ഓടുന്നുണ്ട്. അതെ അതെ. യെസ്, കാണിക്കുന്നുണ്ട്. അതാ കയ്യിലുണ്ട്. കണ്ടു. സിമി ഓൾസോ. ഓക്കെ. ഓക്കെ, ഇനി we'll move on to the ബാഗ് next. എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ. Grab something that is soft ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് വരും. സോഫ്റ്റ് ആയിട്ടുള്ളത്. യെസ്, സന്തോഷ് കാണിക്കുന്നുണ്ട്. സ്പോഞ്ച് ആണോ അത്? അതെ അതെ. യെസ്, ടവൽ. യെസ് ടവൽ. സ്നേഹ കാണിക്കുന്നത് ടെഡി ബിയർ ആണ്. കോട്ടൺ കാണിക്കുന്നുണ്ട് നിരുപമ. അഭിഷയും ഒരു ടെഡി ബിയർ ആണ് കാണിക്കുന്നത്. ദെൻ സ്നേഹ എന്തോ കാണിക്കുന്നുണ്ട്. സുജാത മാം എന്താ കാണിക്കുന്നത്? This is soft. Hair gel. ഓക്കെ ഫൈൻ. ശരി. ഓക്കെ, നിരുപമ ഫുൾ അവിടെ ടേബിളിൽ തന്നെ സെറ്റപ്പ് ആക്കി ഇരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ, എല്ലാം അവിടെ ഇരിക്കുന്നിടത്തും തന്നെ എല്ലായിടത്തും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലെ. ഇത് മുമ്പേ ലീക്ക് ആയിട്ടുണ്ടായിരുന്നോ PDF? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ടവൽ. ബാത്ത് ടവൽ. എനി ടൈപ്പ് ഓഫ് ബാത്ത് ടവൽ എടുത്തിട്ട് വരാം. യെസ്, ഗ്രീഷ്മ. ഓക്കെ. സ്നേഹം കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, നിരുപമ കാണിച്ചു. അതുല്യ കാണിച്ചിട്ടുണ്ട്. സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. സുജാത മാമും കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ. ടേബിളിൽ നിന്ന് എണീറ്റ് സിമ്മി കൊണ്ടുവന്നു. ഓക്കെ ഫൈൻ. ശരി. ഓക്കെ, മുസീന കൊണ്ടുവന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഗ്ലാസ് ഓഫ് വാട്ടർ. വെള്ളം വേണമെന്നില്ല, ഗ്ലാസ് ആയാലും മതി. യെസ്, സ്നേഹ കാണിച്ചു. ആൻഡ് അതുല്യ. യെസ്, നിരുപമ കാണിച്ചിട്ടുണ്ട്. ഗ്രീഷ്മ കാണിച്ചു. സിമ്മി പോയിട്ടുണ്ട്. കരീന കാണിച്ചു. ഓക്കെ, ഞാൻ പോണില്ല. സിമ്മി വന്നു. ഓക്കെ, ഞാൻ കുറച്ച് താഴോട്ട് ഇറങ്ങി പോണം മക്കളെ, അതുകൊണ്ട് ഞാൻ പോണം. ഓടല്ല. ഗെയിം തുടങ്ങിയപ്പോ ഓടാൻ തുടങ്ങിയതാ. ഷെനക്ക് പ്രോപ്പർ വെള്ളം വേണോ? വെള്ളം വേണ്ട. ഓക്കെ, സ്നേഹന്റെ കണ്ടു കേട്ടോ. ഓക്കെ, എല്ലാരും ഇതുമായോ? ഓക്കെ, സോ അത്രേ ഉള്ളൂ, നമ്മുടെ ഗെയിം കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? നല്ല അടിപൊളിയായിരുന്നു മാം. അടിപൊളിയായിരുന്നോ? എൻജോയ് ചെയ്തില്ലേ? എനിക്ക് റേഞ്ച് കട്ടായി, അപ്പൊ ഇനി കുറച്ചു നേരം ഞാൻ ഔട്ടായി പോയി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അതെ, പറഞ്ഞോളൂ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ഓടാനുള്ള ഈവനിങ് എക്സസൈസ് ഒക്കെ മിസ്സായവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയല്ലേ? അല്ലേ, ഇതെന്തായാലും പറയാതെ എല്ലാവരും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. തീർച്ചയായും
അതെ, ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫീഡ്ബാക്കിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ, ആരാണ് ഫീഡ്ബാക്ക്? ഇനി നമുക്ക് എല്ലാവരുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം. ബിക്കോസ് യുവർ ഫീഡ്ബാക്ക് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് അല്ലേ. നമ്മുടെ ഈ ഒരു സെഷൻ ഒരു ഫീഡ്ബാക്ക്, നിങ്ങൾ എങ്ങനെ എത്രത്തോളം എൻജോയ് ചെയ്തു, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ രീതിയിലുള്ള ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, സോ ആരാണ് ഫീഡ്ബാക്ക് പറയാനായിട്ട് ഫസ്റ്റ് വരുന്നേ? ഞാൻ പറയാം. പറഞ്ഞോളൂ. ഞാൻ പറയാം. അബീഷ. ഓക്കെ ഓക്കെ, അബീഷ പറഞ്ഞോളൂ. അബീഷ ഓഡിബിൾ അല്ലേ മാം? അതെ അതെ, ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ സെക്ഷൻ അബീഷയുടെ വീഡിയോ കാണുന്നുണ്ടോ? എനിക്ക് മാത്രമേ കത്തുള്ളൂ. കാണുന്നുണ്ട് കാണുന്നുണ്ട്. മിഷൽ മാമിന് ചെറിയ റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഓക്കെ, അബീഷ പറഞ്ഞോളൂ. ഈ സെക്ഷൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാ ഗെയിംസും പിന്നെ എല്ലാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഇതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടി. എനിക്ക് 19 വയസ്സായേ ഉള്ളൂ. എല്ലാരും എന്നെക്കാൾ നല്ല മുതിർന്നവരാണ്. അപ്പൊ ഇനിവേ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് നന്നായി പഠിച്ച് മുന്നേറാൻ പറ്റും. പിന്നെ എനിക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഗെയിം ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കളിച്ച ഗെയിം കഴിഞ്ഞ സെക്ഷനിൽ അന്ന് നന്നായി കളിക്കാൻ പറ്റി. ഇന്ന് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തത് അത്ര നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല. പക്ഷെ ബാക്കി എല്ലാ ഗെയിമും ഒക്കെ എൻജോയ് ചെയ്തു. എനിവേ എല്ലാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, പെട്ടെന്ന് റിക്കവർ ആവട്ടെ കേട്ടോ, നല്ലോണം റെസ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. ഇനി ആരാണ് നെക്സ്റ്റ് പറയണേ? ഞാൻ. ഓക്കെ, ഗ്രീഷ്മ. ക്ലാസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ പാസ്റ്റ് 2 days ആയിട്ട് കുറച്ച് മൂഡി ആയിട്ടിരിക്കുവായിരുന്നു. ഈ ക്ലാസ്സിന് ശേഷം നല്ല ജോലിയായി, എൻജോയ് ചെയ്തു. പിന്നെ it boosted my energy. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇനി ആരാണ് നെക്സ്റ്റ്? ആരുമില്ലേ? വിളിക്കണോ ഗെയിം കഴിഞ്ഞതിന് ശേഷം? ഞാൻ പറയാം. പറഞ്ഞോളൂ. നല്ല ലൈവ്ലി സെക്ഷൻ ആയിരുന്നു. നല്ല എൻജോയബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റി. ഞാൻ ഈ ലൈൻ വൈസിന്റെ നമ്മുടെ ഇംഗ്ലീഷ് എൻറിച്ച് പ്രോഗ്രാമിൽ അതില് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാ. അതും ഇത് ലൈവ്ലി സെക്ഷൻ ആണ്. അതുപോലെ ഒരു നല്ലൊരു ലൈവ്ലി സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു ഷെന. ഇനി നെക്സ്റ്റ് ആരാണ്? ടീച്ചർ പറയുന്നോ? പറഞ്ഞോളൂ. All sessions are very enjoyable. I think these type of activities are very important in studying also. Yes. Or observation is very important in any situation. Yes, definitely. Thank you. Okay, thank you so much. And who's next? Santosh? Overall, it was very good, enjoyable, and funny also. So, in the future also, we can conduct such games. That's my suggestion. Okay, all right. Thank you. Okay. ഇനി നെക്സ്റ്റ് ആരാണ്? പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഐസ് ബ്രേക്കിംഗ് സെഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? എല്ലാവരുടെ ആ ചടപ്പും ഷൈനസ് ഒക്കെ മാറിയില്ലേ? നിരുപമ? ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊരു സെഷനാണ് ഉദ്ദേശിച്ചത്. ഇന്ന് തന്നെ ബുക്കൊക്കെ അടുത്ത് എഴുതാൻ പറഞ്ഞില്ലേ, ബുക്കും പെന്നും എല്ലാം കൂടെ എടുത്ത് ഫുള്ള് സെറ്റ് ആയിട്ട് പഠിക്കാൻ വന്ന കുട്ടിയായിരുന്നു അല്ലേ? നമ്മൾ ഈ നീറ്റിന്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ടൈം കണ്ടില്ല എല്ലാ മിസ്സുമാരും ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഞാൻ ഇന്ന് മുതൽ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും കേറാനുള്ള ഒരു എനർജി കിട്ടി. മൊത്തത്തിൽ നല്ല എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മള് ലൈഫിലെല്ലാം ചെയ്യണം. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ആ ഫണ്ണും എനർജിയും എല്ലാം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവണം. പിന്നെ നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ
ഇതേ ഒരു സ്പിരിറ്റിൽ വേണം നമ്മൾ പഠിക്കാൻ. എന്നാലേ നമ്മൾ പഠിക്കുന്നതൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പഠിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി കരഞ്ഞ് കഷ്ടപ്പെട്ട് പഠിക്കുകയല്ല, എൻജോയ് ചെയ്തിട്ട് പഠിക്കുക. പഠിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് പഠിക്കുക. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നൗ നെക്സ്റ്റ് അതുല്യ. ഓക്കെ അതുല്യ പറഞ്ഞത് നല്ല ക്ലാസ് ആയിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. ഓക്കെ അതുല്യ, താങ്ക് യു. സിമി? നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരെയും ഒക്കെ ഒന്ന് കാണാനും ഇങ്ങനെ ആരൊക്കെയാ നമുക്കൊരു ഇത് തോന്നുന്നുണ്ട്. എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടായി. താങ്ക് യു. ഓക്കെ ഓൾ റൈറ്റ്, താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാണ്? എനിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് സാധാരണ ദിവസം എനിക്ക് ഓൺലൈൻ ക്ലാസ്സിന് കയറാൻ സാധിക്കലേ ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ ടൈമിന്റെ ഇഷ്യൂ കാരണം ചിലപ്പോൾ ഞാൻ കയറുന്ന സമയമാകുമ്പോഴത്തേക്കും അരമണിക്കൂർ ലേറ്റ് അല്ലെങ്കിൽ 1/4 മണിക്കൂർ ലേറ്റ് അങ്ങനെ ആയി പോകും. എനിക്ക് അവിടുത്തെ ടൈം പെട്ടെന്ന് കിട്ടൂല. പിന്നെ കുട്ടി ഉള്ളത് കൊണ്ട് ഒന്നെങ്കിൽ കുട്ടീന്റെ പുറകെ ഇന്ന് ഞാൻ പിന്നെ കൊച്ചിന് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ കയറിയത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫോൺ വെച്ച് കൊടുക്കൽ കുറവാ. അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ക്ലാസ്സിന് കയറാൻ പറ്റലില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഇനി ബാക്കിയുള്ള ക്ലാസ്സും ഇതേപോലെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ 7 സെഷൻസ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടെ അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഓക്കെ ഓൾ റൈറ്റ്. ഇനി ആരായിരുന്നു പറയാൻ ബാക്കി? ഓക്കെ, സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ദാറ്റ് ഈസ് ആക്ഷൻ ടാസ്ക്. ആക്ഷൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഞാനൊന്ന് ഷെയർ ചെയ്യാവേ. ഒരു കാണുന്നുണ്ട് അല്ലെ? ഓക്കെ, ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് ഓറിയന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും ഈ ഒരു PDF സെൻഡ് ചെയ്ത് തരും. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വെൽക്കം മീറ്റിൽ നിങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളെ കാര്യങ്ങൾ സെൻഡ് ചെയ്യുക. നിങ്ങളെ പേര്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പ്ലേസ്, നിങ്ങളുടെ സ്ട്രെങ്ത്, ഹോബീസ്, പിന്നെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതും കൂടെ. ഓക്കെ, എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയിട്ട് എന്താണോ നിങ്ങളുടെ ലൈക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ അത് എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഈ PDF സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന്ന് എക്സാമ്പിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എനിക്ക് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് ബുക്കിൽ എഴുതിയിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, so we will wind up this session and any next session നമുക്ക് കാണാം. ഓക്കെ.